നമുക്കിനി തൃശ്ശൂരിലേക്കൊന്ന് പോകാം. തൃശ്ശൂരിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പോസ്റ്റർ യുദ്ധം. ടി.എൻ. പ്രതാപനെതിരെ തൃശ്ശൂരിൽ വീണ്ടും പോസ്റ്റർ. DCC ഓഫീസ് മുതലിലും പ്രസ് ക്ലബ്ബ് പരിസരത്തുമാണ് പോസ്റ്റർ. പ്രതാപനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ UDF തോൽവി അന്വേഷിക്കുന്ന അന്വേഷണ കമ്മീഷൻ സിറ്റിംഗ് നടത്താനിരിക്കെയാണ് പോസ്റ്റർ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, മണലൂർ കണ്ട് പനിക്കേണ്ട പ്രതാപ എന്ന പേരിലുള്ള പോസ്റ്ററുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പോസ്റ്റർ ഒട്ടിക്കുന്ന ചേട്ടന്മാർ സജീവമായി തുടങ്ങിയിരിക്കുന്നു. അന്വേഷണ കമ്മീഷൻ വന്ന് സിറ്റിംഗ് നടത്തുന്നതിന് മുൻപെയാണ് വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. രണ്ടും കൂട്ടി കൽപ്പിച്ചാണോ നേതാക്കൾ? അരുൺകുമാർ, നാം നേരത്തെ തന്നെ പറഞ്ഞു, കോൺഗ്രസിനകത്ത് അങ്ങനെ വലിയ ശാന്തത ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അതിനിടയിലാണ് ഇപ്പോൾ പോസ്റ്ററും കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇത് DCC ഓഫീസാണ്. DCC ഓഫീസിൻ്റെ ചുമരിപ്പോൾ സ്ഥിരമായ പോസ്റ്ററിന് പതിക്കാനുള്ള ഒരു ഇടമായി മാറിയിരിക്കുന്നു എന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഗൾഫ് ടൂർ നടത്തി ബിനാമി കച്ചവടം നടത്തിയ T.M. പ്രതാപനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുക, അതുപോലെ തന്നെ മണലൂരിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിൻ്റെ ഏജന്റ് തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് T.M. പ്രതാപനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് DCCയുടെ മുൻഭാഗത്തെ മതിലാണ്. ഇതിൻ്റെ സൈഡിലൊക്കെയും ഇത്തരത്തിൽ തന്നെ വലിയ രീതിയിൽ പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. ഇതിനു പുറമെയാണ് തൃശ്ശൂർ പ്രസ് ക്ലബിൻ്റെ മുൻപിലും ഇത്തരത്തിൽ പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. അതായത് ഈ അന്വേഷണ കമ്മീഷനൊക്കെ വന്നോട്ടെ, പക്ഷേ ഇവിടെ ശാന്തതയൊന്നും ഉണ്ടാവില്ല എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ നൽകുന്നത്. അതോടൊപ്പം ഈ കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റായി ചുമതലയേറ്റ ശ്രീകണ്ഠൻ ഇത് സംബന്ധിച്ച ഒരു വാർണിംഗ് നൽകിയിരുന്നു. ആ വാർണിംഗ് വളരെ വ്യക്തമായിരുന്നു. ഇത്തരത്തിൽ ശക്തമായ നടപടി ഉണ്ടാകും എന്നതായിരുന്നു വാർണിംഗ്. പക്ഷേ അത്തരമൊരു വാർണിംഗ് ഒന്നും ഇവിടെ വില പോവില്ല എന്ന സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്. DCC പ്രസിഡന്റായി ചുമതലയേറ്റ ശ്രീകണ്ഠൻ കഴിഞ്ഞ 3 ദിവസങ്ങളായി തൃശ്ശൂരിലുണ്ട്. 3 ദിവസങ്ങളായി അദ്ദേഹം തൃശ്ശൂരിൽ തമ്പടിച്ച് നേതാക്കളെ കാണുന്നു, പ്രവർത്തകരെ കാണുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. പക്ഷേ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഫലം കാണില്ല എന്നതാണ് ഒരു വിഭാഗം പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതാപനെതിരെ ഇപ്പോൾ വലിയ രീതിയിൽ പോസ്റ്ററുകൾ ചുറ്റും പതിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും. മണലൂർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രതാപനെതിരെയുള്ള പോസ്റ്ററാണ്. അത് മണലൂരിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ശ്രമിക്കുന്ന പ്രതാപൻ അവിടെ മത്സരിക്കാൻ വരേണ്ടതില്ല എന്നടക്കമുള്ള വാർണിംഗ് ആണ് നൽകുന്നത്. ഈ വാർണിംഗ് ചുമതലയേറ്റ ശ്രീകണ്ഠനും ബാധകമാണ്. കാരണം കഴിഞ്ഞ ദിവസം കർശനമായ നടപടിയാണ് ശ്രീകണ്ഠൻ പറഞ്ഞിരുന്നത്. പക്ഷേ അതൊന്നും വില പോയിട്ടില്ല. ഇന്ന് ഏകദേശം 11 മണിയോടുകൂടി 3 പേർ അന്വേഷണ കമ്മീഷൻ ഇവിടെ എത്തും, തെളിവെടുപ്പ് നടത്തും. അതിന് മുന്നോടിയായിട്ടാണ് അവരെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതായിരിക്കാം ഒരുപക്ഷെ ഈ പോസ്റ്ററിന്റെ ഉദ്ദേശം. T.M. പ്രതാപനെ അനുകൂലിക്കുന്നവർ പറയുന്നത് K. മുരളീധരനെ അനുകൂലിക്കുന്ന ആളുകളാണ് ചെയ്തതെന്നാണ്. ഏതായാലും ഇവിടുത്തെ പോസ്റ്റർ യുദ്ധത്തിനും പരസ്പരം ഏറ്റുമുട്ടലിനും കാര്യമായ കുറവുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. അരുൺകുമാർ. ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ എന്താണ് തൃശ്ശൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ഭാഗത്ത് ഈ വിഷയങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അന്വേഷണ കമ്മീഷൻ സിറ്റിംഗിന് വേണ്ടി തീരുമാനിക്കുന്നു. സിറ്റിംഗിന് മുമ്പ് തന്നെ പോസ്റ്റർ യുദ്ധം വീണ്ടും സജീവമാവുകയാണ്. തൃശ്ശൂരിലെ നേതാക്കളും അണികളും ഒരു കാര്യം മനസ്സിലാവണം, തെരഞ്ഞെടുപ്പിൽ തോറ്റു, അതിലെ കാര്യങ്ങൾ പാർട്ടി വിലയിരുത്തും. അതിനുശേഷം സംഭവിക്കാൻ എന്ത് എന്നുള്ളത് പാർട്ടിയുടെ സംഘടനാ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ വിലയിരുത്തേണ്ടത്. പോസ്റ്റർ ഒന്നും പതിച്ചിട്ടൊന്നും ഈ കാര്യമില്ല. അതൊക്കെ പഴയ കാലത്തെ നമ്പറുകളല്ലേ.